നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടല്ല, മുമ്പും കടിയേറ്റിട്ടുണ്ട്. പക്ഷെ അത്ര ഗുരുതരമായിരുന്നില്ല. ഈ പ്രാവശ്യത്തെ കടിയിൽ 6 പേർക്കാണ് കടിയേറ്റത്. അതിലെ ഒരു കുട്ടിക്കാണ്, മരണപ്പെട്ട കുട്ടിയാണ് ഏറ്റവും ഗുരുതരമായി കടിയേറ്റിരുന്നത്. ബാക്കി 5 പേർക്ക് അത്ര ഗുരുതരമല്ല, എന്നാലും അവർക്കും കടിയേറ്റിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് കാല്, തല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കടിയേറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ എത്തിച്ചതിന് ശേഷമാണ് അവർ അന്നേ ദിവസം തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. പിന്നീട് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവരോട് വരാൻ വേണ്ടി പറയുകയും പിന്നീട് കാര്യങ്ങൾക്ക് ചികിത്സ നടത്തി പോരുകയും സുഖപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരുന്നു. മുറിവൊക്കെ ഉണങ്ങി നല്ല സുഖത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4-5 ദിവസം മുമ്പാണ് കുട്ടിക്ക് പനി വരികയും താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്ത് അതിനുശേഷമാണ് ഈ ആക്സിഡന്റ്, ഈ പറയുന്ന ഗുരുതരമായൊരവസ്ഥ ഉണ്ടാകുകയും അങ്ങനെ അവിടുന്ന് രക്തമെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ട് പരിശോധിച്ച് സമയത്താണ് പോസിറ്റീവ് അറിയിച്ചത് 3 ദിവസം മുമ്പ്. അതോടുകൂടി നമ്മുടെ നാടൊക്കെ ആകെ പ്രയാസത്തിലായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നായകളുടെ കൂടി വന്നിട്ട് നമ്മുടെ പ്രദേശത്തൊക്കെ ഇപ്പം തെരുവ് നായകളുടെ വകകളുണ്ട്. ഇന്നലെ പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ ഒരു കുറുക്കനെ ഇതേപോലെ ആവശ്യമായ നിലയിൽ കണ്ടു. ഫോറസ്റ്റിന് വിളിച്ച് അവരെ ചത്തുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരന്തങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രയാസമാണ്. അതെങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് MLA നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ആരോഗ്യ വകുപ്പിലെയും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ വിളിച്ചു വരുത്തി അടിയന്തര മീറ്റിംഗിന് നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്ന് 2 മണിക്ക് നമ്മൾ കൂടുന്നുണ്ട്, എല്ലാ ജനപ്രതിനിധികളും അടക്കം. എന്നിട്ട് ഉള്ള പ്രവർത്തനങ്ങളുമായാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ നായ തന്നെ മറ്റ് നായകളെ കടിച്ചിരിക്കാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ? ഈ അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടോ ഈ ഒരു പ്രദേശത്ത്? ഈ തെരുവ് നായകളെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതെ, നമ്മൾ അന്ന് തന്നെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ആരോഗ്യ വകുപ്പ് അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തെരുവിലുള്ള നായകൾക്ക് നമ്മൾ വാക്സിനേഷൻ നൽകി. ലഭ്യമായ നായകൾക്കൊക്കെ നമ്മൾ വാക്സിനേഷൻ നൽകി. ഇനിയിപ്പോൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ രീതിയിൽ ജനങ്ങൾക്കുള്ള അവയർനെസ് നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത്? ഇത്തരത്തിലൊരു പേവിഷബാധ മറ്റ് നായ്ക്കളിലേക്കോ ഒക്കെ പടരാതിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരോഗ്യവകുപ്പ് കൃത്യമായൊരു നിർദ്ദേശങ്ങളും ഇടപെടലൊക്കെ നടത്തുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ആരോഗ്യ വകുപ്പും വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റും അവർ 2 കൂട്ടരും അവര് കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ സന്ദർശിക്കുന്ന ആളുകൾക്ക് വിവരം കൈമാറുകയും ഏതെങ്കിലും മൃഗത്തിന് കന്നുകാലികൾക്കോ കടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ വിവരം അറിയിക്കാന്ന് പറഞ്ഞ് കാര്യങ്ങൾ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ജനങ്ങൾക്ക് പൊതുവെ ആശങ്കയുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എല്ലാ വാർഡുകളിലേക്കും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കയറി ശ്രദ്ധിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാനും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു അവശ നിലയിലൊരു കുറുനരിനെ കണ്ടപ്പോ നമ്മൾ കുറിച്ച് നിൽക്കുകയും അത് ഫോറസ്റ്റിനെ അറിയിക്കുകയും ചെയ്തു. അവര് കൊണ്ടുപോയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.